അവിടെ നിൽക്ക്, ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട്. ശരി. നിങ്ങൾ കളിക്കായിരുന്നു. അതേ, നീ വിളിക്കുക. എന്താ പറ്റിയത്? കിഡ്നാപ്പർ നിന്റെ വല്ലതും ചെയ്തോ? അന്ന് ഞാൻ മൂത്തോടിക്കാൻ പോയപ്പോ കിഡ്നാപ്പർ എന്നെ പിടിച്ചിട്ട് പോയി. അവരെന്നെ ഒരു ടെറസിന്റെ മേലെ കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ഒന്നെങ്കിൽ എന്റെ കൂടെ നിൽക്ക്, അല്ലെങ്കിൽ എനിക്ക് 5000 രൂപ താ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ ആ ആള് മാസ്ക് ഊരി. എന്നിട്ട് അവൻ എനിക്ക് ഒരു ചെരുപ്പ് മാസ്ക് തന്നു. ഞാൻ അവന്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോ അയാൾ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവൻ ഭക്ഷണം വാങ്ങാൻ പോയപ്പോ ഞാൻ ചാവി തെരഞ്ഞ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഒരു ആളിനെ കൊണ്ട് ഞാൻ അവിടുന്ന് ഓടി വന്നു. കിഡ്നാപ്പർക്ക് ദേഷ്യം ആയുണ്ടാവും. പിന്നെ ആ കിഡ്നാപ്പർ ആ ചെരുപ്പ് വേണം വെച്ച് ഊരിയാണ്. അയ്യോ, ഇത്രയൊക്കെ ആയോ? കിഡ്നാപ്പർ നിന്റെ കണ്ടുപിടിക്കാൻ വരുമോ? ചെരുപ്പ് വരും. ശരി, നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ എവിടെയും പോകണ്ട. ആ ശരി. വിശക്കുണ്ടോ? ആ, വല്ലതും കഴിക്കാം. അർപ്പിത് ഇവിടെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ അവൻ അവിടെ ഇല്ലേനും. ഞാൻ അവനെ വിശ്വസിച്ചു. ഭാവിയാണെങ്കിൽ എന്റെയിലാണ്, അവരാണെങ്കിൽ ഇല്ലേനും. പക്ഷെ അവൻ ഓടിപ്പോയിന്നു. ചാവി ഇല്ലാണ്ട് അവൻ എങ്ങനെ ഓടിപ്പോയിണ്ടാവുക? ഞാൻ പഴയ ഡ്യൂപ്ലിക്കേറ്റ് ചാവി മറ്റും എടുത്തിട്ടുണ്ടാവും. നാളെ എന്തായാലും അവനെ ഒന്ന് നോക്കണം. ഞാനാണെങ്കിൽ അവനെ വിശ്വസിക്കുകയും ചെയ്തു. അവൻ എന്നെ പറ്റിച്ചിട്ട് ഓടിപ്പോയെന്ന് നോക്കും. ആ ഡോറവൻ തുറന്നാ മതിയായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോ അച്ഛനോ മറ്റും തുറക്കോ? അച്ഛനെന്തായാലും ഓഫീസിൽ പോയിണ്ടാവും. അപ്പം അമ്മയെ വീട്ടിലുണ്ടാവുള്ളൂ. അമ്മ എന്തായാലും പണിയെടുക്കുകയായിരിക്കും. അപ്പം അവർ 3 പേര് നേരെ ഒരാളെ തുറക്കുള്ളൂ. ആ ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ സൈഡിലൊളിയാ. അതാവുമ്പോൾ അവർക്ക് വേഗം എന്നെ കാണാൻ പറ്റില്ലല്ലോ. ഞാൻ പോവാ. ഞാൻ പോവാ. ശരി. അർപ്പിത്തെ നീ ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ പറയണ മാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ അപ്പം തന്നെ വെറുതെ വിടാം. നടക്കൻ്റെ ഒപ്പം അർപ്പിത്ത്, നീ എന്തിനാണ് എന്നെ വിട്ടു പോയത്? ഞാൻ നിന്നടുത്ത് എത്ര പറഞ്ഞോ? ഞാൻ നിന്നെ വിശ്വസിച്ചു. നീ എന്തിനാ എന്നെ വിട്ടു പോയത്? എന്റെ ഫ്രണ്ട്സിനെ എന്ത് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് നിന്റെ ഫ്രണ്ട്സിനല്ലേ വേണ്ടത്? നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ഫ്രണ്ട്സിനെ നിന്റെ കൂടെ വിട്ടുതരാം. ശരി. വാ, എൻ്റെ ബാക്കിൽ ഓടി വാ.
അർപ്പിച്ച നീ ഇവിടെ തന്നെ നിന്നോളാം. എങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നീ നോയിക്കോ. ഇവിടെ തന്നെ നിൽക്കൂ. അർപ്പിച്ച നീ പോയില്ലല്ലോ. ആ എൻ്റെ കൂടെ വാ. നീ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ചെറുതായിട്ട് ചെയ്താൽ മതി. നീ നിൻ്റെ ഫ്രണ്ട്സില്ലേ അവരുടെ അടുത്ത് പോയിട്ട് നിനക്ക് അത്യാവശ്യമായിട്ട് 5000 രൂപയുടെ ആവശ്യമുണ്ട് പറയണം. എന്നിട്ട് ആ 5000 രൂപ എനിക്ക് കൊണ്ടുത്താ. 5000 രൂപ എന്തിനു വേണ്ടത്? എൻ്റെ അമ്മ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലാണ്. അമ്മയ്ക്കാണെങ്കിൽ മെഡിസിന് പൈസ ഇല്ല. അപ്പോൾ മരുന്ന് വാങ്ങാൻ എനിക്ക് പൈസ വേണം. എനിക്കൊന്ന് സംഘടിപ്പിച്ച് തന്നാൽ ഞാൻ കുറച്ച് ദിവസത്തിൽ തിരിച്ചു തരാം. എനിക്കൊരു ജോലി ചെയ്തോളെ, അല്ലെങ്കിൽ എനിക്കൊരു കടം വാങ്ങിച്ചോളെ. ഇത് ചെയ്യായിരുന്നു, പക്ഷെ എനിക്ക് ആ സമയത്ത് ആ ഒരു എപ്രാളത്തിൽ അതൊന്നും ഓർമ്മ വന്നില്ല. ഇനിയിപ്പോൾ എനിക്കൊരു 5000 രൂപ തന്നാൽ മതി. ഞാൻ കുറച്ച് ദിവസത്തിൽ തിരിച്ചു തരാം. ശരി അർപ്പിത്തെ, നീ വീട്ടിൽ പോയിട്ട് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നീ പൈസ കൊണ്ടുവന്ന് നിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് താഴെ വന്ന് നിന്നാൽ മതി. എന്നിട്ട് എന്നെ ഫോണിലൊന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. അപ്പിത്ത് നീ വന്ന ഇത്ര നേരം നീ അവിടെയായിരുന്നു. ആ കിഡ്നാപ്പർ എന്നെ പിടിച്ചിട്ട് പോയി. എന്നിട്ട് എന്ത് പറഞ്ഞു? 5000 രൂപ ആണ് തന്നു. പക്ഷെ എന്തിന്? ആളുടെ അമ്മക്ക് സുഖമില്ല. അയ്യോ, തിരിച്ചു തരുമോ? അവൻ തരാൻ പറഞ്ഞു. ശരീനെ കൊടുക്കാം. ശരി, നീവും അവിടെ അവൻ കഴിക്കണ്. നമുക്ക് അമ്മ തരില്ല, നമുക്ക് അവനെ പറ്റിക്കാം. ശരി, ഫ്ലാറ്റിന്റെ അടുത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു. വരുന്നു. ഉറപ്പല്ലേ? പൈസ ഇല്ലേ? ഉണ്ട്. ശരി, ഞാൻ പൈസ എടുത്തു. അത് നമുക്ക് 1 മാസത്തിനുള്ളിൽ തിരിച്ചു തരാം. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചിരിക്കണം? ഞാൻ പൈസ വാങ്ങുന്നു, വെറുതെ നിന്ന് ചിരിക്കേണ്ട ആവശ്യം. ഞങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങളൊന്ന് ചോദിച്ചു, ഞാൻ പൊട്ടനായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ല. എൻ്റെ നേരെ ഒരാളില്ല. അയാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പൈസ ചോദിച്ചു, അല്ലാണ്ട് പിന്നെ എനിക്കൊന്നും ആവശ്യമില്ല. എന്നാ നീ ഓരോന്നും പറയണ്ട, പോലീസ് ഇപ്പോൾ വരും. അവരെ വെച്ച വന്നോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതിൽ നീ എന്തായാലും പുറത്തേക്ക് വരുമല്ലോ. നിങ്ങളൊക്കെ എൻ്റെ മേലത്തെ ആൾ നോക്കിക്കോളും. അപ്പം നിങ്ങളെ വള്ളം കുടിപ്പിക്കും. നിങ്ങളൊക്കെ ഇനി കഷ്ടപ്പെടാൻ പോണേ ഉള്ളൂ. അത്രയൊക്കെ ആയ അവൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡിനെ വരെ വിടും. അയ്യോ, പോലീസ്! അമ്മേ, എന്നെ പോലീസ് പിടിച്ചേ! സ്വപ്നം. അങ്ങനെ ആ സ്വപ്നവും തീർന്നു. ഭാഗ്യം.